അപ്പോൾ ഗൈസ് നമസ്കാരം. മൂവി സ്റ്റോർ എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇൻ ദ വയലന്റ് നേച്ചർ എന്ന് പറഞ്ഞ മൂവിയാണ്. 2024 റിലീസായ ക്രിസ് നാഷ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഇത് വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് വളരെ ബ്ലഡ് ഷെഡ് കാണുന്ന സീനുകളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആദ്യത്തെ സീന് നമ്മൾ കാണുന്നത് ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞൊരു വീടാണ്. ആ വീടിൻ്റെ അടുത്തൊരു കമ്പിയിൽ ഒരു സ്വർണ്ണമാലയും തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അവർ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന കേൾക്കാം. എന്താണ് അവിടെ കിടക്കുന്നത്? അവിടെ സ്വർണ്ണമാലയാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞ് അതിലൊരാൾ ആ സ്വർണ്ണമാല എടുക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണമാല എടുത്ത് ആ തൂങ്ങിക്കിടന്ന ആ കമ്പി പതുക്കെ ആടുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പതുക്കെ ആടിത്തുടങ്ങി ആ കമ്പി വളരെ വെളുത്തി വളരെ ശക്തി കിടന്ന് ആടാൻ തുടങ്ങി. അതിൻ്റെ അടിയിൽ ആരോ പിടിച്ച് ഇളക്കുന്നത് പോലെ. അങ്ങനെ അത് ആടി ആടി ആ കമ്പി അങ്ങ് നിലത്തോട്ട് വീണു. അങ്ങനെ ജോണി എന്ന് പറഞ്ഞ നമ്മുടെ ആ വില്ലൻ അതിൻ്റെ അകത്തുനിന്ന് ആ കുഴിക്കകത്തുനിന്ന് അങ്ങനെ ഏനേറ്റ് വരുവാണ്. ഇയാൾ മനുഷ്യനാണോ അതോ മൃഗമാണോ എന്താണോ ഒന്നും അറിയത്തില്ല. അതുപോലൊരു വൃത്തികെട്ട രൂപമാണ് ഇയാളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇയാൾ വളരെ പതിയേ ഉള്ളൂ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇയാളുടെ നടത്തം പോലെ തന്നെയാണ് സിനിമ. വളരെ ഒരു സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയാണിത്. അങ്ങനെ ഇയാൾ നടന്ന് നീങ്ങി പതുക്കെ പതുക്കെ പോകുന്നവരാ ആ മരത്തേലെന്തോ കെട്ടി വെച്ചേക്കുന്നതായിട്ടോ ഏതോ മൃഗം അവിടെ ചത്ത് കിടക്കുന്നതായിട്ടും എന്തോ കെണിയിൽപ്പെട്ട് ചത്ത് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ആര് ചെയ്തതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അയാൾ നടന്ന് നീങ്ങി പതുക്കെ അങ്ങറ്റത്തൊരു വീട് കാണാൻ വേണ്ടി. അപ്പം നമുക്ക് അവിടുന്ന് ശബ്ദം കേൾക്കാം. ആരോ രണ്ടുപേര് തമ്മിൽ ഭയങ്കര തർക്കവും ഇതുമൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ മാല എടുത്തുകൊണ്ട് പോയവർ തന്നെ ആയിരിക്കും അത്. അങ്ങനെ ജോണി ആ വീട് ലക്ഷ്യമാക്കി നടക്കുവാൻ വേണ്ടി തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തന്നെ അയാൾ പതുക്കെ പതുക്കെ നടന്ന് ആ വീട് ലക്ഷ്യമാക്കി ആ വീടിനടുത്ത് ചെന്നു. പക്ഷെ അവരവിടെ നിന്ന് രണ്ടുപേരും അയാളെ കണ്ടില്ല. ഒരാൾ ആ കാർ എടുത്തുകൊണ്ട് പോവുകയും മറ്റൊരാൾ ആ വീടിൻ്റെ അകത്തോട്ട് പോവുകയും ചെയ്തു. ജോണി അങ്ങനെ ആ കാറിനെ ഒത്തുനേരം കുറച്ച് നോക്കിയാൽ ജോണി കാറിൻ്റെ ലക്ഷ്യം മാറ്റി നേരെ വീടിലോട്ട് ലക്ഷ്യമായി. അങ്ങനെ ജോണി ആ വീടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കി. ജോണി ആ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. അങ്ങനെ ജോണി അയാളെ പരുതി അവിടെ ഒരു അയാളുടെ ഫാമിലി ഫോട്ടോ വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ജോണിക്ക് ജോണിയുടെ അച്ഛനെ ഓർമ്മ വന്നു. ജോണിയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ: ഇത് നിൻ്റെ അമ്മയുടെ നെക്ലേസാണ്, നീ ഒരിക്കലും ഇത് കളയരുത്, കാരണം നീ ഞങ്ങൾക്ക് എന്നും കുട്ടിയാണ്. അങ്ങനെ ജോണി ആ നെക്ലേസ് കണ്ടു. ആ നെക്ലേസ് എടുക്കാൻ വേണ്ടി ജോണി ആ നെക്ലേസിന് കൊണ്ടുപോയി നടന്നു പോയി. അപ്പോഴാണ് പെട്ടെന്നൊരു തോക്കിലോടിയെന്ന് ശബ്ദം ജോണി കേൾക്കുന്നത്. ജോണി പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ജോണിയുടെ നേർക്ക് തോക്കും ചൂണ്ടി ലക്ഷ്യമാക്കി നിൽക്കുന്നു. അയാളങ്ങനെ ഫയർ ചെയ്തു. പക്ഷെ ജോണിയുടെ ദേഹത്ത് കൊണ്ടില്ല. ജോണി പിന്നീട് നടന്നു നിന്നു. അയാളെ പിടിക്കാൻ ചെന്നു. അയാളുടെ തോക്കെല്ലാം ഒടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന് ഓടി. ജോണി പതിയെ അയാളെ പിന്തുടരാനും തുടങ്ങി. അങ്ങനെ അയാൾ ഓടി കാടിൻ്റെ അകത്തോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അയാൾക്ക് കുറേ ഓടേണ്ട വന്നില്ല. ജോണി ഒരുക്കി വെച്ച കെണി അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അയാളുടെ കാൽ ആ കെണിയിൽ കുടുങ്ങി. അയാളെ വളരെ ബ്രൂട്ടലായി മൃഗീയമായി നമ്മുടെ ജോണി കൊന്നു കളഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് പിന്നീട് ആ നെക്ലേസും എടുത്ത് ജോണിയുടെ യാത്ര ജോണി വീണ്ടും തുടർന്നു. ജോണി നടന്നു പോകുന്ന വഴി അയാളുടെ തൊപ്പി വളരെ ബ്ലഡൊക്കെ പറ്റി കിടക്കുന്നത് കാണാം. അങ്ങനെ ജോണി നടന്നു നീങ്ങുമ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവർ അടിച്ചു പൊളിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തോട്ട് ജോണി പതുക്കെ നടന്നു നീങ്ങി. അങ്ങനെ ജോണി അവിടെ പതുക്കെ നിന്നു. അയാൾ ഓർത്തു അയാളുടെ കഥയാണല്ലോ ഇവർ പറയുന്നത്. നോക്കാൻ നേരം അതിലൊരാൾ ജോണിയുടെ കഥ പറയുകയാണ്. ജോണി എന്ന് പറഞ്ഞൊരാൾ വളരെ പതുക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എല്ലാവരും അയാളെ വളരെയായിട്ട് ബുള്ളി ചെയ്യുമായിരുന്നു. വളരെ ഇതായിട്ട് മോശമായിട്ട് പെരുമാറുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ടവറിൻ്റെ മണ്ടയിൽ ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അയാളെ വലിച്ച് കയറ്റി. അങ്ങനെ സുഹൃത്തുക്കൾ അയാളെ തള്ളിയിട്ട് കൊന്നു.
അതുകൊണ്ട് ജൂനിയർ ആത്മാവ് ഇല്ലം വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്ന് അതിലൊരാൾ പറഞ്ഞു. ഇവർക്കെല്ലാം ഒരു കോമഡി ആയിട്ട് തോന്നി. വാ നമുക്ക് പോകാം ഒരു സെൽഫി എടുത്തിട്ട്, ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അവരത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ അവരൊക്കെ പോയി. അവരവരുടെ റൂമിൽ ചെല്ലുകയും അപ്പോൾ ക്ലോട്ട് എന്ന് പറഞ്ഞ ആൾ അതിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ് എന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്, നീ ആ ലൈറ്റർ ഒന്ന് വന്നു, ഞാൻ ഒരു സിഗരറ്റ് വെച്ചിട്ട് വരാം. ഓ നിനക്കെന്തിനാ ലൈറ്റർ, നീ ആ ഗ്യാസ് സ്റ്റേഷനിലെ പെണ്ണുങ്ങളെ കാണാൻ പോകുന്നു ഈ രാത്രിയിലോ, ഞാനൊന്നും പോവില്ല, നീ ആ ലൈറ്റർ തരുമെന്ന് പറഞ്ഞു. അവൻ ആ ലൈറ്റർ അവളുടെ നിന്ന് മേടിക്കുകയാണ്. അങ്ങനെ പാട്ടും കേട്ടില്ല സിഗരറ്റും പിടിച്ചുകൊണ്ടിരുന്ന ഇവൻ്റെ പുറകിൽ നിന്ന് പറയേണ്ട കാര്യമില്ല, ജോണി ചെന്നവനെ വളരെ ബ്രൂട്ടലായിട്ട് കൊന്നു കളഞ്ഞു. ഇത് കഴിഞ്ഞ് ജോണിയുടെ പോക്ക് നേരെ അവിടുത്തെ ഷെറിഫ് സ്റ്റേഷനിലോട്ടാണ്. ആ സ്റ്റേഷൻ തല്ലി പൊളിച്ച് അവിടെ നിന്ന് അവരുടെ മാസ്ക് കൊടുത്ത് പിന്നെ രാവിലെ ചെല്ലുന്നത് ഈ രണ്ട് സുഹൃത്തുക്കൾ കുളിക്കാൻ പോവാണ്. അങ്ങനെ അതിലൊരാൾ പറയുകയാണ്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങുക. അപ്പോൾ മറ്റവൾ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, നീ വേണേൽ ഇറങ്ങിക്കൂ. അവൾ ഇറങ്ങി കുളിക്കുവാണ്. അവൾ പറയും, ഞാൻ യോഗ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പതുക്കെ അവൾ അവിടുന്ന് മാറിപ്പോയി. അവൾ മാറിപ്പോയ സമയം കൊണ്ട് ജോണി വെള്ളത്തിൽ ഇറങ്ങി അവളെ വളരെ ബ്രൂട്ടൽ അങ്ങനെ ജോണിക്കറിയാം ഇനി ഇവിടെ ആടുകളുണ്ടെന്ന്. ജോണി അടുത്ത ലക്ഷ്യത്തിനായി ചെന്നു. അപ്പം ഇവളവിടെ യോഗയും ചെയ്തുകൊണ്ടിരിക്കും. ഓ നീ ഇത്രയും വേഗം നീന്തി കഴിഞ്ഞു. ഇവൾ തിരിഞ്ഞു നോക്കി. ഇവൾ ഈ രൂപം കണ്ട് പേടിച്ചു. ഇവൾ പതുക്കെ പിന്നിലോട്ട് മാറി. നോക്കിയപ്പോൾ പുറകിൽ കൊക്കയായിരുന്നു. അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ നിസ്സായ അവസ്ഥ അവൾ തിരിഞ്ഞു തന്നെ നോക്കി. ജോണി അവളെ വളരെ ബ്രൂട്ടലായി കൊന്നു കളഞ്ഞ് ജോണിയുടെ ലക്ഷ്യം ഇനി അടുത്ത ആളുകളിലോട്ടായി. ഇവരിനി ഉണ്ടല്ലോ, ഇവർ 5-6 പേരുണ്ടല്ലോ. അങ്ങനെ ജോണിയുടെ ലക്ഷ്യം അടുത്ത ആളിലോട്ടായി. ജോണി അടുത്ത ആൾക്കാരെ ആക്രമിക്കാൻ ചെന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വെടിവെച്ച് ജോണിയെ താഴെ. പക്ഷെ അവൻ ഓർത്തിൻ്റെ ജോണി മരിച്ചെന്ന്. അവൻ അവൻ്റെ സുഹൃത്തിനെയും താങ്ങി പിടിച്ച് പതുക്കെ കൊണ്ടുപോയി. പക്ഷെ ജോണി മരിച്ചില്ലായിരുന്നു. ജോണി വെടിവെച്ചവനെയും പരിക്ക് പറ്റിയവനെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് വീണ്ടും സ്ഥലം ലക്ഷ്യമാക്കി ജോണി നടന്നു ഷെരീഫ് സ്റ്റേഷനിലോട്ട് നീങ്ങുവാൻ വേണ്ടി ശ്രമിച്ചു. ജോണി നടന്നു നീങ്ങുമ്പോൾ ഷെറിഫ് പറഞ്ഞു, നീ വരരുത്. അങ്ങനെ ഷെറിഫിന് ഒരു വഴിയില്ലാതെ ജോണിയെ ഫയർ ചെയ്യുകയാണ്. നമ്മുടെ ജോണി അവിടെ വീണു. അപ്പോൾ പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ചെയിൻ എടുക്കൂ, ഇവനെ ചെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയിൻ എടുത്ത് അവനെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയും പെട്ടെന്ന് ജോണിക്ക് ജീവൻ വീഴുകയായിരുന്നു. അങ്ങനെ ആ ഷെറിഫിനെ അതിഭീകരമായിട്ട് നമ്മുടെ ജോണി കൊന്നു കളഞ്ഞു. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ രണ്ടുപേരും പ്ലാൻ ഇടുകയാണ്, ഇവനെ നമുക്കൊന്ന് പറ്റിച്ച് കൊല്ലാമെന്ന്. പക്ഷേ ജോണി ഇതെല്ലാം നേരിട്ട് അറിഞ്ഞിരുന്നു. ജോണി ഇവരുടെ പിന്നിൽ നിന്ന് ജോണിയെ പ്രകോപിക്കാൻ ശ്രമിച്ച അവനെ ശിക്ഷ ജോണി തന്നെ കൊടുത്തു, കൊന്നു കളഞ്ഞവൻ. അങ്ങനെ അവരുടെ പ്ലാൻ മൊത്തം പാളിപ്പോയെന്നറിഞ്ഞ അവൾ അവിടെ ആ ക്യാനും ആ മാലയും തൂക്കിയിട്ടിട്ട് അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ അവൾ ആ കാടിൻ്റെ പുറത്തോട്ട് വളരെ ഭീതിയോടെ വളരെ പേടിച്ച് ഈ ജോണി പുറകിൽ വരുന്നുണ്ടോയെന്ന് ഒന്നും അറിയാതെ അവൾ ഓടി നീങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവൾ ഓടി ഒരു വഴി ചെന്ന് കുറേ നേരം കാത്തു നിന്നൊരു കാറ് വന്നു. ആ കാറ് കയറിയപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയതാണ്? എനിക്കൊന്നും പറ്റിയതല്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമെന്ന് അവൾ പറഞ്ഞു. ഓക്കെ ഞാൻ നിന്നെ ആശുപത്രി കൊണ്ടുപോകാം, നീ ആദ്യം പാനിക്കാതിരിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ബോധക്ഷയം പോലെ വരുന്ന കണ്ട അവർ അവിടെ കാറ് നിർത്തി. നിൻ്റെ കാല് ബാൻഡേജ് ചെയ്തിട്ട് പോകാം, നിൻ്റെ കാലിന് നല്ല മുറിവുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇവള് വളരെ ഭീതിയോട് പറഞ്ഞു, വേണ്ട നമുക്ക് പെട്ടെന്ന് പോകാം, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവന് തന്നെ അപകടമാണ്, ബാൻഡേജ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് അവൾ പറയുന്നു. ജോണി വരുമോ എന്നുള്ള ഭയമായിരുന്നു അവൾ അവിടെ നിർത്തണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഓക്കെ ബൈ.